ആരാ വിളിച്ചത്? വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന യേശുവാണ് ഈ പത്രോസിനെ വിളിച്ചത്. പത്രോസിൻ്റെ ഒരു ബോധ്യമാണ്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന്? പറ്റുമെങ്കിൽ ഒരു 5 പ്രാവശ്യം മനസ്സിൽ പറ, എൻ്റെ ദൈവം, എൻ്റെ കൂടെയുള്ളവർ വിശ്വസ്തരല്ല, എൻ്റെ സുഹൃത്തുക്കൾ വിശ്വസ്തരല്ല, എൻ്റെ നാട്ടുകാർ വിശ്വസ്തരല്ല, എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ കൂട്ടുകാരൊന്നും വിശ്വസ്തരല്ല, കാര്യത്തിന് കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ദൈവമോ വിശ്വസ്തനാണ്. അതാണ് പത്രോസ് ശ്ലീഹായുടെ ധൈര്യം. ആ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു, കുറച്ച് സ്റ്റെപ്പുകൾ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ താണുപോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇതാ ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്ത കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസിൻ്റെ ജീവിതം, ശരീരം വെള്ളത്തിൽ താന്നുപോയപ്പോൾ ആ കയ്യിൽ ഒരാൾ ചാടി പിടിച്ചു. ആ ദൈവത്തെ നിങ്ങൾ മറന്നു പോകരുത്, ആ ദൈവത്തെ ഉപേക്ഷിക്കരുത്. അതായത് താന്നു പോകുമ്പം അവനവൻ്റെ കാര്യം നോക്കി വള്ളത്തിലിരുന്ന കുറേ പേര് അവിടെയുണ്ട്. പക്ഷെ താന്നു പോയപ്പം ആ താന്നു പോകാത്ത വിധത്തിൽ പത്രോസിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചൊരു ദൈവമാണ് എൻ്റെയും നിൻ്റെയും ദൈവം. അപ്പോൾ ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ അലറിക്കാറുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെച്ച് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹം അറിഞ്ഞ വ്യക്തികളുടെ ജീവിതം അവരറിയാതെ പ്രസംഗിക്കുമ്പോൾ ഒച്ച കൂടിപ്പോകും. കാരണം അവൻ തകർന്ന് താഴെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കരം പിടിച്ചൊരു ദൈവത്തെ അവൻ ഓർക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ഒച്ച കൂടിയെന്നിരിക്കും. അത് അവൻ്റെ കുഴപ്പമല്ല, അവൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൊണ്ടാണ്. അവൻ്റെ കൈക്ക് പിടിച്ചൊരു ദൈവം. ഇതാ, ഈ ദൈവം നിൻ്റെ കൈയും പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ചിട്ട് പറഞ്ഞ ബൈബിൾ എഴുതിയിട്ടില്ല അടുത്ത വാക്ക്, എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? പത്രോസിൻ്റെ കൈ പിടിച്ച് പറഞ്ഞൊന്നുമില്ലേലും ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ കേട്ടൊരു സ്വരം, അല്പ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് പറയാം. ഞാൻ കേട്ടൊരു സ്വരം പത്രോസിനോട് പറയുക, നീ വെള്ളത്തിൽ താന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഒറ്റപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഇവിടെ കിടന്ന് പിടയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ദൈവമാണ് നിന്നോടിന്ന് സംസാരിക്കുന്നത്. ഈ പ്രശ്നവും ഈ പ്രതിസന്ധിയും ഈ രോഗവും ഈ വെല്ലുവിളിയും ഉണ്ടായിട്ട് നീ നിൻ്റെ കുടുംബം എന്താ തകർന്നു പോകാത്തത്? നീ പോലും അറിഞ്ഞിട്ടില്ല ദൈവം നിൻ്റെ കൈ പിടിച്ചത്. അതോ മറിയത്തോട് പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ഈ ധൈര്യം മതി ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ച് സന്തോഷത്തോടെ തീർക്കാൻ. പ്രിയപ്പെട്ടവരെ, കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തോടും പറയുക, നീ തകർന്നു പോകാൻ സമ്മതിക്കില്ല, നീ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ താന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഒറ്റപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കില്ല. ആ ഒരു വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കട്ടെ. ഏത് പ്രശ്നത്തെയും ഏത് തിരമാലകളെയും തോൽപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ആ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശാലോമിൻ്റെ ഈ ഒരു ശുശ്രൂഷ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന മറിയത്തോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഭയം വേണ്ട. നിൻ്റെ കുടുംബത്തോടും പറഞ്ഞു, ഭയം വേണ്ട, അതിനെ വേസ്റ്റ് കടലാസ് കീറി ആ കൊട്ടയിലിടുന്ന പോലെ അതിനെ കളഞ്ഞ് ദൈവസന്നിധിയിൽ നിയോഗം വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ 4-ാം ദിവസത്തെ നിയോഗം സമർപ്പിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുക. തുടർന്ന് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുക. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും, അടയാളങ്ങൾ ദൈവം പ്രവർത്തിക്കും. ഒരുപക്ഷെ നീ ഇന്ന് ഇളകി മറിയുന്നൊരു വള്ളത്തിലായിരിക്കും ഇരിക്കുന്നത്. നിൻ്റെ സഞ്ചരിക്കുന്ന വള്ളം പോലും നേരെ നിർത്താൻ നീ ഇപ്പോൾ തോറ്റിരിക്കുകയായിരിക്കും. ശിഷ്യന്മാർ വലിയ മിടുക്കന്മാരായിരുന്നു, പക്ഷേ ആ സഞ്ചരിക്കുന്ന വള്ളം പോലും നേരെ നിർത്താൻ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് കഴിഞ്ഞില്ല. നമ്മളും ചിലപ്പോഴും അങ്ങനെയൊക്കെയാണ്. കഴിവുണ്ട്, മിടുക്കുണ്ട്, പണമുണ്ട്, ബാങ്ക് അക്കൗണ്ടുണ്ട്, ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ ചില സമയത്ത് ജീവിതം വല്ലാതെ ഉലയുമ്പം അതുപോലും നേരെ നിർത്താൻ പറ്റാതെ വരും നമ്മളെ കൊണ്ട്. അപ്പോഴാണ് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വിലയും ശക്തിയും കഴിവും ആരെല്ലാം നമ്മൾ അറിയുന്നത്. ഇതേ ദൈവം വള്ളത്തെ മാത്രമല്ല, നിൻ്റെ ജീവിതത്തെയും പിടിച്ചിട്ടുണ്ട്, നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തിയ ആ വാക്യം ഒന്ന് പറയട്ടെ, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരാധനയിൽ ഇത് സമർപ്പിക്കും. നിയോഗത്തോടെ പങ്കെടുക്കുക. ഈ ജപമാല സഖ്യത്തിൽ പങ്കുചേരുക. ഒരുമിച്ചൊരു കൂട്ടായ്മയിലായിരിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് ആരാധിക്കാം.
ഒരുമിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിക്കാം. പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളെല്ലാവരെയും ചേർത്ത് അങ്ങയെ സ്തുതിച്ചൊരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ യുവതി യുവാക്കളെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത വിടുതലുകൾ ഈ കുടുംബത്തെ സംഭവിക്കണമേ. അത്ഭുത മാനസാന്തരങ്ങൾ സംഭവിക്കണമേ. അത്ഭുത വിശുദ്ധീകരണങ്ങൾ സംഭവിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്ക് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയിലെ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവസാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട വചനമാണ്. ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: മറിയമേ, നീ ഭയപ്പെടേണ്ട. ആമേൻ. നിനക്ക് ഭയം വേണ്ട. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഏതെല്ലാമോ കാര്യങ്ങൾക്കായി, ഏതെല്ലോ വിഷയങ്ങൾക്കായി ഭയപ്പെടുന്നവരാണ്. നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഭയങ്ങളുണ്ട്. ഭയം. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എത്രയോ ഭയങ്ങളാണ് ഉള്ളിലുള്ളത്. ഭയം. എന്തിനെ ഓർത്തൊക്കെയാ ഭയം? ജീവിത പങ്കാളിയെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്: മറിയമേ, നീ ഭയപ്പെടേണ്ട. ഒരു മനുഷ്യനെ, ഏതു തകർന്നവനെയും ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, എല്ലാവരും നമ്മളെ ഒന്ന് പേടിപ്പിക്കാനാണ് നോക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ളവരാണേലും കൂടെയുള്ളവരാണേലും പറഞ്ഞു വരുമ്പം നമുക്ക് ഭയം തോന്നുവാണ്. വീണ്ടും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ധാരാളം നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവരോടും പറയാൻ പറ്റാത്ത ചില ഭയമുണ്ട്. അവനവൻ്റെ വ്യക്തി ജീവിതങ്ങളിൽ കൊണ്ടു നടക്കുന്ന ചില ഭയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഏതു കാര്യത്തിലാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആ വിഷയത്തെ നോക്കിയിട്ട് ഇന്ന് ദൈവം പറയുന്നൊരു കാര്യമാണ്: നീ ആ വിഷയത്തെ ഓർത്ത് ഭയപ്പെടണ്ട. ആമേൻ. അതിനൊരു പ്രത്യേക ഉത്തരവുണ്ട്. അത് പറയുമ്പോൾ എന്താണെന്നറിയോ? നിങ്ങളുടെ ആ ഭയമാകട്ടെ, ഉത്കണ്ഠയാകട്ടെ, ആശങ്കയാവട്ടെ, അത് ദൈവം ഏറ്റെടുത്തിട്ടാണ്. ആ വിഷയത്തെ ദൈവം ഏറ്റെടുത്തിട്ടാണ് നിന്നോട് ദൈവം പറയുന്നത് ഭയപ്പെടണ്ടെന്ന്. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കുത്തരമില്ലാത്ത ഒരുപാട് വിഷയങ്ങളെ നിങ്ങളെ വല്ലാതെ അലട്ടുമ്പോൾ ആ വിഷയത്തെ നോക്കിയിട്ട് ദൈവം എന്ന് പറയുവാണ്: ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തു. നിൻ്റെ കുടുംബത്തെ ഞാൻ ഏറ്റെടുത്തു. നിൻ്റെ ആ ഒരു പ്രതിസന്ധിയെ ഞാൻ ഏറ്റെടുത്തു. ആ ഒരു ഭാരത്തെ ഞാൻ ഏറ്റെടുത്തു. ഏറ്റെടുക്കുന്നൊരു ദൈവം ഏറ്റെടുത്തിട്ട് മറുപടി പറയുകയാണ്: നീ ഭയപ്പെടണ്ട. ഇനി ആ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. കാരണം ഏറ്റെടുത്തത് ദൈവമാണ്. ഏറ്റെടുത്ത ദൈവമാണ് പറയുന്നത് ഭയപ്പെടണ്ട. ഒത്തിരി കാര്യങ്ങളിൽ ഭയങ്ങളില്ലേ? ഭയം കൂടിക്കൂടി മനസ്സിൻ്റെ നില തെറ്റിയവരുണ്ട്. മാനസികമായി മരുന്ന് കഴിക്കുന്നവരുണ്ട്. മനസ്സിനെ ഒന്ന് നേരെ നിർത്താൻ മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഒത്തിരി ഭയം. അപ്പോൾ മനഃശാസ്ത്രജ്ഞൻ പലപ്പോൾ പറയും, സൈക്കാട്രിസ്റ്റ് പറയും, നിങ്ങൾക്കൊത്തിരി ഭയമാണ്,
നിങ്ങൾ ഒത്തിരി ടെൻഷനാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റിയിട്ടുണ്ട്, നിങ്ങൾ മരുന്ന് കഴിക്കണം, ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതാ വിഷയം എന്നറിയാമോ? ഭയപ്പെടേണ്ട. ആ വിഷയത്തെ ഒന്ന് കൊണ്ടുവന്നേ. ഭയം വേണ്ട. മക്കളെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. മക്കളെ ഓർത്ത് ഏറ്റവും കൂടുതൽ ഭയമുള്ളൊരു കാര്യമാണ് മക്കളെ ഓർത്തുള്ള ഭയം. അവരെ സ്കൂളിൽ വിടുമ്പോൾ ഭയം, അവരുടെ കൂട്ടുകെട്ടുകളെ ഓർത്ത് ഭയം, ഇനി കോളേജിൽ പോയാൽ അവരെക്കുറിച്ചുള്ള ഭയം, അവരുടെ ബന്ധങ്ങൾ എന്താണ്, അവരുടെ ഇടപാടുകൾ എങ്ങനെയാണ്, അവരെവിടെയൊക്കെ പോകും, തിരിച്ചു വരുന്ന അവരുടെ കൺമുമ്പിൽ എത്തുന്നത് വരെയും ഒത്തിരി ഭയമാണ്. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ ഒരുപാട് ഭയങ്ങൾ ഈ സാഹചര്യത്തിലുണ്ട്. നിങ്ങളുടെ ഭയം എന്തുമാകട്ടെ, എന്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭയമാകട്ടെ, അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഭയങ്ങളെല്ലാം ഈ ദിവികാരുണ്യത്തിലേക്ക് കൊടുക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഭയങ്ങൾ, നിൻ്റെ കുടുംബ സാഹചര്യങ്ങളെ ഓർത്തുള്ള ഭയം, രോഗത്തെ ഓർത്തുള്ള ഭയം, ആരോഗ്യത്തെ ഓർത്തുള്ള ഭയം, സാമ്പത്തിക പ്രതിസന്ധിയെ ഓർത്തുള്ള ഭയം, കടക്കാരെ ഓർത്തുള്ള ഭയം, ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ ഓർത്ത് ഭയം, അതെങ്ങനെ ചെയ്യും, അതെങ്ങനെ അത് കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇതൊക്കെ നടക്കുമോ, ശരിയാകുമോ, എല്ലാ ഭയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നീ സമർപ്പിച്ച ഓരോ വിഷയങ്ങളെ നോക്കിയിട്ട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. നിന്റെ കുടുംബത്തോട് ദൈവം സംസാരിക്കുന്നതാ. നിന്റെ പ്രതിസന്ധിയെ നോക്കി ദൈവം സംസാരിക്കുന്നതാ. രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭയപ്പെട്ടിരിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുന്നതാ. ഈ പാട്ട് മക്കളെ ഓർത്തുള്ള ഭയം, ജീവിത പങ്കാളി ഓർത്തുള്ള ഭയം, കുടുംബ ഭദ്രതയെ ഓർത്തുള്ള ഭയം, എല്ലാ ഭയത്തിലും ഇരിക്കുന്ന അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞ് കലങ്ങി മറിഞ്ഞ നിന്റെ മനസ്സിനോട് ദൈവം ഈ പാട്ട് പറഞ്ഞ് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട. രണ്ടു കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് ഈ വാക്ക് എൻ്റെ ദൈവം എന്നോട് പറയുന്ന വാക്കാണ്. എൻ്റെ കൂടെയുള്ളവരും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഓരോ ദിവസവും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്. കുറ്റം പറഞ്ഞും വിമർശിച്ചും, നിന്റെ കുഴപ്പം കൊണ്ടാ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ, നീ വരുത്തി വച്ചതാ, നീയാണ് അതിൻ്റെ കാരണക്കാരൻ, നീയാണതിൻ്റെ കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വേദനകളെ കൂട്ടുമ്പോൾ, എൻ്റെ പ്രശ്നങ്ങളുടെ അളവ് കൂട്ടുമ്പോൾ, എൻ്റെ മനസ്സ് ഭയം കൊണ്ട് നിറയുമ്പോൾ, എൻ്റെ ദൈവമോ ഇതാ എന്നോട് പറയുന്നു, ചുറ്റും നിൽക്കുന്നവർ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഒട്ടും ഭയപ്പെടേണ്ട, നിന്റെ ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിൽ ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ, ഒരു വഞ്ചിയിൽ ഇങ്ങനെ അങ്ങ് പോകുമ്പം പ്രതീക്ഷിക്കാത്ത കാറ്റും കോളും തിരമാലയെല്ലാം വന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി വല്ലാതെ ഉലഞ്ഞു. എന്താ ഉലയുക എന്ന് പറഞ്ഞാൽ? വല്ലാതെ മറിയുന്ന പോലായി. അപ്പോൾ ആ വള്ളത്തിനകത്തുള്ളവരോ അവർ മറിയാതിരിക്കാൻ പിടിച്ചു നിർത്തിയിട്ടും അത് വല്ലാതെ ഉലഞ്ഞു. ചിലപ്പോൾ നമ്മുടെ നേരെ അടിക്കുന്ന എല്ലാ കാറ്റിനെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാ കാറ്റിനെയും നിയന്ത്രിക്കാൻ നിനക്ക് കഴിയില്ല. ജീവിതത്തിലേക്ക് എത്രയോ കാറ്റുകളാവന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം ജീവിതമാകുന്ന വഞ്ചി വല്ലാതെ ഉലഞ്ഞില്ലേ? പക്ഷേ അത് മറിയാതെ, മുങ്ങിപ്പോകാതെ സൂക്ഷിക്കുന്ന, കരുതുന്ന, സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ അതറിയാൻ പറ്റും. തിരമാലയിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. ജീവിതം ഉലഞ്ഞു പോയവരുണ്ടോ? ജീവിതം വല്ലാതെ ആടി ഉലയുന്നവരുണ്ടോ? എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടോ? ഇതാ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു അവരുടെ അടുത്തേക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഇതാ ഇന്നും ജീവിക്കുന്ന ദൈവം ആടി ഉലഞ്ഞ വള്ളത്തിൽ പേടിച്ചരണ്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് നടന്നു വരുന്ന യേശു ഇതാ നിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ആമേൻ.
നിന്റെ കുടുംബത്തേക്ക് ഇപ്പോൾ നടന്നു വരുന്നു. നീ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലേക്കും ദൈവം ഇതാ നടന്നു വരുന്നു. ദൈവം ഇതാ നടന്നു വരുന്നു. ഈ നടന്നു വന്ന വിശുദ്ധ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിൽ, തകർന്ന് തരിപ്പണമായി പോയി എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് നടന്നു വന്ന അതേ യേശു ഇതാ നിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഈ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തേക്ക്, നിന്റെ മുറിയിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, നിന്റെ അസ്വസ്ഥതകളിലേക്ക് ദൈവം ഇതാ നടന്നു വരുന്നു. ദൈവം നടന്നു വരുന്നു. അപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഇതാ ഭൂതം, ഇതാ പിശാച്. അവർ ദൈവം അടുത്തു വന്നപ്പോൾ പോലും ദൈവമായിട്ട് പോലും അല്ല കണ്ടത്, സാത്താനായിട്ടും ഭൂതമായിട്ടും കണ്ടു. എന്നിട്ടും അകന്നു പോകാത്ത യേശുവിനോട് പത്രോസ്ലിഹ പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ എന്നെയും ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു വരാൻ കൽപ്പിക്കുക. നമ്മൾ ഒരിക്കൽ കൂടി ഭയപ്പെടേണ്ട മകനെ മകളെ എന്ന് പാടാൻ പോവുകയാണ്. അതിനുമുമ്പ് ഒന്ന് കേട്ടെ, അതിനുമുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചേ. നടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ നടന്നു വരട്ടെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ, നീ ഒരു വാക്ക് പറ. യേശു പറഞ്ഞു, വരാൻ പറഞ്ഞു. വഞ്ചിയിൽ നിന്ന്, വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു കാലിട്ടു. രണ്ടാമത്തെ കാലും വച്ച് നമ്മളൊക്കെ ഉറപ്പുള്ളൊരു പ്രതലത്തിന്മേൽ നടക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പത്രോസ് നടന്നു. സത്യമായി നടന്നു. നമ്മളൊക്കെ കാർപ്പറ്റിട്ടിരിക്കുന്ന ഈ ഉറച്ച പ്രതലത്തിലൂടെ നടക്കുന്ന പോലെ താന്നു പോകാതെ ഈ പത്രോസ് നടന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ വെള്ളത്തിൽ താന്നു പോയപ്പോൾ പത്രോസ്ലിഹ ഉച്ചത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുത കാര്യമുണ്ട്. താന്നുപോയ പത്രോസിനെ ആ കയ്യിൽ യേശു മുറുകെ പിടിച്ചു, ചാടി പിടിച്ചു. ആ കയ്യിൽ വള്ളത്തിൽ ഇരുന്ന ശിഷ്യന്മാരല്ല, താന്നുപോയ പത്രോസിനെ ഓടി വന്ന് നീന്തി വന്ന് പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കിയത്. ആദ്യം ആ കയ്യെ പിടിച്ചത് യേശുവാണ്, കൂടെയുള്ളവരല്ല. നിങ്ങളോടിത് പറയട്ടെ, നിങ്ങളോടാണ് ഇത് പറയുന്നത്. നിങ്ങളൊക്കെ ജീവിതത്തിൽ താന്നു പോകാൻ തുടങ്ങിയ ഏതൊക്കെയോ സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത്. താന്നു പോവാണ്. അപ്പോൾ ആ കയ്യിൽ ഒരുപക്ഷെ ആദ്യം പിടിക്കുന്നത് ഈ കർത്താവായിരിക്കും. ഒരുപക്ഷെ പണമുള്ളപ്പോൾ ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ, പല കാര്യങ്ങൾക്കും സുഹൃത്തുക്കളും ബന്ധങ്ങളും പോകാനും വരാനും എല്ലാ ആളുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നത്തിൽ താന്നു പോയപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്തവരായി, മെസ്സേജ് അയച്ചാൽ ഒരു റിപ്ലൈ പോലും അവർ തരില്ല കണ്ടാലും. അങ്ങനെയുള്ള സമയത്തും ചില ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ താന്നു പോകുമ്പോൾ പത്രോസിൻ്റെ കരം പിടിച്ച അതേ കരം നിന്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്ന ദിവസമാണിന്ന്. നിന്റെ ജീവിതത്തെ താന്നു പോകാതെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയമാ. ചേർന്ന് നമ്മൾ പാടുകയാണ്, ഭയപ്പെടേണ്ട മകനെ മകളെ. ഇത് പാടുമ്പോൾ ഇത് ദൈവം നിന്റെ കൈക്ക് പിടിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ കുടുംബമേ, നിന്റെ കുടുംബത്തെ ദൈവം ഇതുപോലെ മുറുക്കെ പിടിച്ചിട്ട് നിന്നോട് പറയുക, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകനെ മകളെ എന്ന് പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഭയം വേണ്ട, ടെൻഷൻ വേണ്ട, ഡെസ്പാകരുത്, ഡൗൺ ആകരുത്, നിരാശ വേണ്ട. ഈ ദൈവം നിന്നോട് പറയുക, സമാധാനത്തോടെ ഇരിക്കുക, ഭയപ്പെടേണ്ട. ഈ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നീ ഒറ്റപ്പെട്ടു പോകാനും വെള്ളത്തിൽ മുങ്ങിപ്പോകാനും നശിച്ചു പോകാനും ഈ ദൈവം സമ്മതിക്കില്ല കേട്ടോ. ഒരിക്കലും സമ്മതിക്കില്ല. എപ്പോഴും എല്ലാത്തിനും ആളുണ്ടാവും. ജീവിതത്തിൽ താന്നു പോകുമ്പം പിടിക്കാൻ ഒരു കരമേ ആദ്യം കാണൂ. അത് ദൈവത്തിൻ്റെ കരമാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം നിന്റെ കരം പിടിച്ചിരിക്കും.